ഇനി എന്താ അടുത്തതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, RLC എന്ന് വെച്ചാൽ റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇതെന്താണെന്ന് അറിയാൻ നമുക്ക് ഈ ഡയഗ്രം ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഡയഗ്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെന്താ വെച്ചാൽ റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ് എന്താ D0 മുതൽ ഇത് D0, ഇത് D1, D2, D3, D4, D5, D6, D7. ഇതാണ് ക്യാരി ഫ്ലാഗ്. റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D7 എടുത്തിട്ട് ക്യാരിയിലേക്കും കൊണ്ടുവയ്ക്കും, ഇതിലേ കൊണ്ട് D0യിലേക്കും കൊണ്ടുവയ്ക്കും. അപ്പോൾ D0ഇരിക്കുന്ന ആൾ ഇവിടേക്ക് വരും. ഇത് D1 എന്ന് വിളിക്കാം. D0 D1 ആവും, D1 D2 ആവും, D2 D3 ആവും, D3 D4 ആവും, D4 D5 ആവും, D5 D6 ആവും, D6 D7 ആവും. D7 നേരെ ക്യാരിയിലേക്കും പോവും, ഇങ്ങോട്ട് കറങ്ങി ഇവിടേക്കും വരും. കാരണം D0 ഉള്ള ഇങ്ങോട്ട് ചാടിപ്പോലെ ഇത് കാലിയായി. ഇപ്പോൾ ഇവിടേക്ക് D7. ഇത് നോക്കി, ഇതിപ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത പോലെയാണ്. അതിനാണ് നമ്മൾ റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരി ഫ്ലാഗും ഇവിടെ മോഡിഫൈഡ് ആകും, ബാക്കി ഫ്ലാഗുകളൊന്നും മോഡിഫൈഡ് ആകുന്നില്ല. ഓക്കെ, ഇതൊരു ഇംപ്ലിസിറ്റ് ഇൻസ്ട്രക്ഷനാണ്, കാരണം നമുക്കിവിടെ ഓപ്പറാൻസ് ഇല്ല. ഇതേപോലെ തന്നെയാണ് റൊട്ടേറ്റ് അക്യൂമുലേറ്റർ റൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തായിരുന്നു ചെയ്തത്? നേരത്തെ നമ്മൾ ചെയ്തത് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ റൈറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ പറ്റുക നോക്കിയേ, ക്യാരി ഈ പറഞ്ഞ D0 എന്നുള്ളത് ഓടിപ്പോയി എവിടെ വന്നിരിക്കും? D7ലേക്കും വന്നിരിക്കും, അതുപോലെ തന്നെ ക്യാരിയിലേക്കും വന്നിരിക്കും. ഇനി D7 D6 ആവും, D6 D5 ആവും. അങ്ങനെ ചാടി 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 ഇവിടുന്ന് ഒരാൾ ചാടിപ്പോയില്ലേ, അപ്പോൾ പകരം ഇവിടുന്ന് ഒരാൾ ഇവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റഡ് റൈറ്റ് ഇങ്ങോട്ടേക്ക്, ഇതെല്ലാവരും കൂടെ ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങ് അറ്റതിരിക്കുന്ന ആൾ ഇവിടേക്ക് ക്യാരിയിലേക്കും പോകും. അതാണ് ബൈറ്റ് ഓഫ് അവിടെ പറയുന്നുണ്ട്, ഈച്ച് ബൈനറി ബിറ്റ് ഓഫ് ദ അക്യൂമുലേറ്റർ ഈസ് റൊട്ടേറ്റഡ് റൈറ്റ് ബൈ 1 പൊസിഷൻ. D0 ഈസ് പ്ലേസ് ഇൻ ദ പൊസിഷൻ D7 ആസ് വെൽ ആസ് ക്യാരി ഫ്ലാഗ്. D0 നോക്കിയാൽ ആരോ മാർക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിലേ വന്ന് ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ D7ലേക്ക് പോകും, ക്യാരി ഫ്ലാഗിലേക്ക് പോകും. അപ്പോൾ ക്യാരി ഫ്ലാഗ് മോഡിഫൈഡ് ആകും, ബാക്കി ഫ്ലാഗുകളൊന്നും അഫക്റ്റഡ് ആകുന്നില്ല. അതും ഇംപ്ലിസിറ്റ് ആണ്. RRC എന്നാണ് അതിൻ്റെ ഓപ്പ് കോഡ്, നൺ, അതായത് നമുക്ക് ഓപ്പറൻസ് ഒന്നുമില്ല. ഇനി അതേപോലെയാണ് നമ്മൾ RALഉം RARഉം. ഇവിടെ എന്താ നോക്കിയാൽ റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി. ഈച്ച് ബൈനറി ബിറ്റ് ഓഫ് ദ അക്യൂമുലേറ്റർ ഇസ് റൊട്ടേറ്റഡ് ബൈ 1 പൊസിഷൻ ത്രൂ ദ ക്യാരി ഫ്ലാഗ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തതിൽ ഒരെണ്ണം 2 സ്ഥലത്തേക്കും പോകും. D0 എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ RRC എന്നുള്ളത് നോക്കിയേ, D0 എന്നുള്ള എവിടേക്കൊക്കെ പോവും? D7ലേക്കും പോവും, ക്യാരിയിലേക്കും പോവും അല്ലേ. RRC അതുപോലെ RLC, മുമ്പ് കണ്ട ഈ RLCയുടെ കാര്യത്തിൽ ഇവിടെ ഇതിൽ നമ്മളെ അക്യൂമുലേറ്റർ ഈ പറഞ്ഞ ഇവിടെ നിങ്ങൾ D0 അക്യൂമുലേറ്ററിൽ നിന്ന് ഡാറ്റ ഇങ്ങോട്ട് കയറി ഇവിടെ വന്ന് ക്യാരിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്നുള്ളത് ഈ D7 ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് D0യിലേക്കും പോകുന്നുണ്ട്, ക്യാരി ഫ്ലാഗിലേക്കും പോകുന്നുണ്ട് അല്ലേ. ഇനി RALൻ്റെ പ്രത്യേകത എന്താ? ഇത് മൊത്തം മുടങ്ങ് ഷിഫ്റ്റ് ചെയ്യും, അല്ലാണ്ട് 2 സ്ഥലത്തേക്ക് പോകില്ല. ഇപ്പോൾ നോക്കിയേ, D7 എന്നുള്ളത് ഇവിടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ RLC നോക്കുകയാണെങ്കിൽ D7 എങ്ങോട്ടൊക്കെയൊക്കെ പോകുന്നുണ്ട്? ക്യാരിയിലേക്കും പോകുന്നുണ്ട്, D0യിലേക്കും പോകുന്നുണ്ട്. പക്ഷേ RALൽ അങ്ങനെയല്ല. ക്യാരി ഫ്ലാഗ് എന്താണ്? ഈ ബിറ്റ് ഓഫ് ദി അക്യൂമുലേറ്റർ ഇസ് റൊട്ടേറ്റഡ് ലെഫ്റ്റ് ബൈ 1 പൊസിഷൻ ത്രൂ ദ ക്യാരി ഫ്ലാഗ്. D7 എന്നുള്ള ക്യാരി ഫ്ലാഗിലേക്ക് പോകും. ക്യാരി ഫ്ലാഗ് എന്നുള്ളത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പൊസിഷനിലേക്കാണ് പോണത്. ഓക്കെ, ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഈ ക്യാരി ഫ്ലാഗിനെ നമ്മൾ എങ്ങോട്ടേക്കും കൊണ്ടുപോകുമായിരുന്നില്ല. ക്യാരി ഫ്ലാഗിലേക്ക് ജസ്റ്റ് കൊണ്ട് വയ്ക്കുള്ളൂ. ക്യാരി ഫ്ലാഗിൽ നിന്ന് ഒന്നും പുറത്തേക്ക് പോവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മളെന്താ ചെയ്യുക? ക്യാരി ഫ്ലാഗിനെയും കൂടെ ഒരു ബിറ്റായിട്ട് പരിഗണിച്ച് അതിൽ നിന്നുള്ള ഡാറ്റ എടുത്ത് നമ്മൾ ഇവിടെ ലീസ്റ്റ് D0യിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മുടെ RLCയിൽ അങ്ങനെ ഒരു സൂത്രപ്പണി ഇല്ല. ക്യാരി ഫ്ലാഗിൽ എന്താണോ ഇരിക്കുന്നത് അയാളെ ഇയാൾ വെച്ച് റീപ്ലേസ് ചെയ്യുക. പക്ഷേ RALൽ അങ്ങനെയല്ല. ക്യാരി ഫ്ലാഗിനെയും കൂടെ ഒരു ബിറ്റായിട്ട് കണക്കാക്കി അതിനെയും കൂടെ ഈ പറഞ്ഞ ഷിഫ്റ്റിങ്ങിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് റൊട്ടേറ്റ് അക്യൂമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. അപ്പോൾ നമ്മൾ RRC നമ്മളെന്താ ചെയ്തത്? D0 നേരെ എടുത്തിട്ട് D7ലേക്കും കൊടുത്തു, ക്യാരിയിലേക്കും കൊടുത്തു അല്ലേ. എന്നിട്ടാണ് ഈ പറഞ്ഞ ഷിഫ്റ്റിംഗ് നടത്തിയത്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയേ,
D0 ഈസ് പ്ലേസ് ഇൻ ദ ക്യാരി ഫ്ലാഗ്. D0 നേരെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു? ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇനി ക്യാരി ഫ്ലാഗിലത്തെയോ? ദ ക്യാരി ഫ്ലാഗ് ഈസ് പ്ലേസ് ഇൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് D7. ഇവിടെ ഇരിക്കുന്ന ആളെ ഇവിടെ ഇരിക്കുന്ന ആളെ നേരെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ക്യാരി ഫ്ലാഗ് ഇരിക്കുന്നത് ഇത് ശരിക്കും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത പോലെ ഇയാളും ഈ പറഞ്ഞ ഒരു കട്ടായിട്ട് വരികണ്ടിട്ട് ഇതിങ്ങനെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗിലിരിക്കുന്ന ആൾ D7ലേക്ക് വരും, D7 D6ലേക്ക് വരും, പോയി D0യിലാണ് നേരെ ക്യാരിയിലേക്ക് വരിക. ഓക്കെ, 6 കാര്യമാണ് പറയണത്. ഓക്കെ, RRC അങ്ങനെയല്ല. ഈ ശരിക്കും ഇവിടെ എന്താ ഉണ്ടായി? ഇപ്പോൾ RRCയിൽ എന്താ ഉണ്ടായത്? D0യിലുള്ള ആളാണ് D7ലേക്കും ക്യാരിയിലേക്കും പോയത്. ഇവിടെ അങ്ങനെയല്ല, RIRൽ അങ്ങനെയല്ല. ക്യാരിയും കൂടി ഇതിലെ ഒരു അംഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ ഷിഫ്റ്റിംഗ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ സെക്ഷൻ ഇത്രയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ